അപ്പൊ ഇന്നിപ്പോ എന്ത് നമ്മള് ഇന്ന് നമ്മളൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ 4 പേരും വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്, ഒരു ചലഞ്ച് വീഡിയോ. പ്രേക്ഷകരെ നിങ്ങൾ കണ്ട് നോക്കിയിട്ട് കമന്റോ എന്ത് വെച്ച് പറഞ്ഞു. ആദ്യം വീഡിയോ കാണുക. ഗസ് ഹൂ ആരാണ്? യൂട്യൂബിൽ തന്നെ ഉള്ളത് നിരന്തര ക്രിയേഷൻ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം വീഡിയോ നോക്കാം. നമുക്ക് എല്ലാം നമുക്ക് നോക്കണ്ടേ. ഇതാരാണ്? ഇത് ഇത് ലാലേട്ടനാണ്. ഞാൻ നോക്കിയപ്പോഴേ ചിന്തിച്ചത് എന്റെ ഒരു പഴയ ആധാറിലെ ഫോട്ടോ ആണ് ഇരിക്കുന്നത്. പഴയ ആധാറിലെ ഫോട്ടോ ആണ് ഇരിക്കുന്നത്. എന്തായാലും നോക്കാം ആരാന്ന്. എനിക്കറിയത്തില്ല ആരാണ്. അപ്പം എടാ ഇത് ബാബുജിയാണോ? ദുൽഖർ സൽമാൻ ചാൻസ് കുറവാടാ. എടാ ഒന്ന് ചിന്തിച്ചാ മതി. മമ്മൂട്ടിക്ക് ശേഷമാണ് ദുൽഖർ സൽമാൻ ഉണ്ടായത്. അപ്പൊ ഇത്രയും ചുപ്പയിട്ട് ഒരു പഴയ ഫോട്ടോ ദുൽഖർ സൽമാൻ അല്ല, ഉറപ്പായിട്ട് 100% ദുൽഖർ സൽമാൻ അല്ല. ദുൽഖർ സൽമാൻ അല്ല, എനിക്ക് എനിക്ക് തോന്നില്ല. അത് ബാബുജിയാണ് കരിക്കുന്നത്. ബാബുജിയുടെ പഴയ ദുൽഖർ അപ്പൊ 10-40 വയസ്സാണ്. പഴയ ഫോട്ടോ അവനെപ്പോ പോയി. ഇത് നമ്മുടെ അമ്മോ കാണുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ എനിക്ക് തോന്നില്ല. വളർച്ച വരുമ്പോ ഓരോരുത്തരുടെ മുഖം മാറും. പക്ഷെ എനിക്കിത് തോന്നില്ല. നോക്കാം. ഇതാരടാ? രണ്ടുപേരാ. പളനി പോയ ആളാണ്. ഇത് പളനി പോയി മുട്ട അടിച്ചിട്ട് വന്നേക്ക്. മുട്ട അടിച്ച് ഇരട്ടകളാന്നോടാ. ഓ ഇവൻ ലോജിക്കായിട്ട് ചിന്തിച്ച് അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതൊരു ബുദ്ധിയാ. പക്ഷെ നോക്കാം. കറക്റ്റ്. ഓ ഇത് പാടാട്ടോ. ഇത് പെണ്ണാണോ ആണാണോ? ആക്ടറായിരിക്കും. ടോവിനോ പോലെ തോന്നുന്നു. ടോവിനൊക്കെ നെറ്റിയുടെ മേളിൽ മറുകുണ്ടോ? മറുകാണോ അതോ ഡിസ്പ്ലേ പൊട്ടിയാ? ഡിസ്പ്ലേ പൊട്ടിയ. ഓ ഈ ഇവൻ ബിസി ആയിരുന്നു. എന്നാ കൊണ്ടുപോകും. ഇതാടാ കുരുട്ടാങ്കളോ? ഇത് പറ്റത്തില്ല. സ്ട്രോങ് പോൾഡ് ശിവാസിനാന്നുള്ളത്. എന്താ അച്ചടക്കമുള്ള ആളാ. ആണാണ്ട് നീമ്പോളിയാണോ? അല്ല, ചുമ്മാ എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എല്ലാം മെയിൻ ആക്ടേഴ്സ് ചെറിയൊരു ഗസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് ഈ ചിരി പിടിക്കാനും പറ്റുന്നില്ലടാ. ഞാൻ നീമ്പോളി പറയാം. അല്ല ഇപ്പൊ ഓപ്പണാകണ്ട. നീ ഒരു അവസരം താടാ. എല്ലാവർക്കും പോയിട്ട് ഉണ്ടായോ? ഇത് ആരാന്നറിയാൻ പോകുന്നത്? ഇത് മറ്റേ കുശനാ? അല്ലല്ല, ഇല്ല സെക്കൻഡ് ഷോയൊക്കെ ദുൽഖറിനോട് അഭിനയിച്ച സണ്ണിവേ. ഞാൻ പറയുന്നു കമൽഹാസൻ എന്ന് പറയാം. ഇപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ ഫോട്ടോ വയ്ക്കിയപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ചിരി, നല്ല ചിരി. ഞാൻ സ്വന്തമായിട്ട് കൈയടിക്കുന്നു സുഹൃത്തുക്കളെ. കൊള്ളാം. അതിനകത്ത് വേറെ നോക്കാവുന്നില്ല. നമുക്ക് അറിയാൻ നമ്മളെ പെട്ടെന്ന് പറയും. ഓ ഇത് ഇച്ചിരി പാടാട്ടോ. സൂര്യ. അജിത്ത് വന്ന സൂര്യ നമുക്ക് അറിയത്തില്ല. ഒന്നെങ്കിൽ ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ പൃഥ്വിരാജ്. എടാ അത് വന്നേ അതിന് മേളി നിന്നല്ലേ നേരത്തെ. എടാ ഇത് കണ്ടുപിടിക്കുന്നവനാണ് വിജയ്.
ആ വിജയുടെ അമ്മ ആ ഓക്കെ വിജയോ ഇത് വിജയൊന്നുമല്ല. അല്ല അത് ശരിയാ, വിജയ നീ എന്ത് പറഞ്ഞേ ഇത് കണ്ടുപിടിക്കുന്ന സത്യം പറഞ്ഞേ. അപ്പൊ എനിക്ക് ഒരു പെട്ടെന്ന് വന്നേ ഇത് വിജയ പോടാണിത് ഇത് വിജയുടെ അമ്മ പിടിച്ചെടുത്തേക്കോ ഓടിപ്പോയിരിക്കാനോ? അല്ല വേഴുപോഴേക്കല്ല വിജയ്ക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഓ ഇന്ദ്രജിത്തോ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഞാൻ പറഞ്ഞില്ലയോ ഇത് കൺഫ്യൂഷൻ അത് പിന്നെ മറ്റേ സിനിമാടിയാണോ ഇപ്പൊ കയ്യിലിരിക്കുന്നത്? അത് മല്ലികാമ്മ മല്ലികാമ്മ അങ്ങനെയാണ്. ഓ അത് 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 കൊള്ളാം, അത് കൊള്ളാം. മോളെ ആ, അടുത്ത ഇതൊരു കൊച്ചു വാവയാണ്, ഇതൊരു വാവയാണ്. ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള വാച്ച് ഇടണമെങ്കിൽ അത് ആരായിരിക്കും നീ പറ? ഇത് കുഞ്ചാക്കോവൻ. ഇത് മലയാളിയാ? മലയാളിയാകുമ്പോൾ പൊട്ടിടും പറയുമ്പോ അയ്യോ പോട്ട് കാണാൻ ആരാണ്? കുഞ്ചാക്കോവൻ. ശോഭന അല്ല ഇത്, ശോഭനയല്ല ഇത്. ഞാൻ പറയാം ശോഭനാമാം ഇങ്ങനല്ല, എന്റെ ശോഭനമാമല്ല. എന്നാ എന്റെ കൺസെപ്റ്റിലുള്ള ശോഭനമാമ ഇങ്ങനെയാണ്. ഇത് ശോഭനാമാവ്, ഇത് ശോഭന ആയിരിക്കും കിട്ടിയത്. ഇപ്പൊ നിലവിലുള്ള ആക്ട്രസ് ഏതെങ്കിലും മണ്ണുള്ളതല്ലേ? സിനിമയ്ക്ക് വേണ്ടി വണ്ണം കുറയ്ക്കാനും പറ്റും. വണ്ണം കുറയ്ക്കാനും പറ്റും, പക്ഷെ ഇങ്ങനെയൊക്കെ ഓ ഇത് പരത്തിലാണോ? ഈ കൊച്ചുനാളിൽ ഇങ്ങനെ കഴിക്കില്ല. ഇത് വളയെ കേട്ടിട്ടുണ്ട്. നസ്രിയാണോ ഇനി? ഓ എനിക്ക് തോന്നിയത് നസ്രിയാവാൻ ചാൻസ് കുറവാ. നസ്രിയക്ക് പൊതുവെ വണ്ണം കുറവില്ല. നമുക്ക് എന്തായാലും കാണാം. ഞാൻ ആരോടാ ഇനി ബന്ധി ചോദിക്കട്ടെ? ആ ഇത് നമ്മുടെ ഇത് ഇത് നമ്മുടെ ആർക്കാ അറിഞ്ഞൂടാത്ത ഇത് ശാലിനി ചേച്ചി. പണ്ട് പോലെ പറഞ്ഞ ആള്. ഇത് ശാലിനിയുടെ അനീതിയാണ്. അതില് ഞാൻ പറഞ്ഞേ ശ്യാമിലി ചേച്ചി. ശ്യാമിലി ചേച്ചി. ഇത് ഞാൻ അന്നേരം പറഞ്ഞല്ലേ. അപ്പൊ എല്ലാം തോറ്റു. ഇത് ശ്യാമിലി ചേച്ചി എന്ന് പറഞ്ഞേ. ഇതാണ് ഇത് ബേബി ശാലിനി. ബേബി ശാലിനി പേര് നോക്കൂ. ഇത് ശാലിനി. എടാ ഇത് ആർക്കറിയാത്ത മറ്റേ മീശാൻ അഭിനയിച്ച കാവ്യമാതല്ലേ? ഈ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് നമ്മള് സ്ഥിരം കാണുന്നില്ല. പാവന നമ്മുടെ ആസിഫിലൂടെ ഹണീഫ അഭിനയിച്ചിട്ട്. ഗേസ് നമ്മുടെ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ആക്ടർ ഉണ്ടായിരുന്നു, ആക്ട്രസ് ഉണ്ടായിരുന്നു. കുഞ്ചാക്കോ അല്ല ബ്രില്യന്റ് എന്നെ കണ്ടപ്പോ മനസ്സിലായ കുഞ്ചാക്കോനാണ് കാര്യം. കുഞ്ചാക്കോന്റെ അത്ര ഇതില് ജയിച്ചത് ഞാനാണ്. ആരാണ് മന്തി മേടിക്കുന്നത്? മന്തിയൊക്കെ മേടിച്ചു തരാം, ആദ്യം ഒന്ന് റീച്ച് ആവട്ടെ. മന്തിക്കട മേടിച്ചു തരാം. സമയമായി. ഗേസ് നമ്മള് ഇതിനകത്ത് ജയം തോൽവില്ല. നമ്മള് 4 പേര് ഒരുമിച്ചാണ്. നമ്മുടെ 4 ഒന്നാണ്. ആര് ജയിച്ചാലും ഒന്നാണ്. ഓക്കെ ഗേസ് ചലഞ്ച് ഇവിടെ തീർന്നിരിക്കുന്നു. അപ്പൊ നാളെ കാണാം. ഗുഡ് ബൈ.